പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ടോമിന ചെറിയാൻ, ഹസ്ബൻഡ് അനീഷ്, 2 മക്കൾ റൂബൻ, അലക്സിസ്. എഫീഷ്യൻസ് 2:8 ആൻഡ് ഹെബക്കുക്ക് 1:5 ഈ 2 വചനങ്ങളുടെ വലിയൊരു സാക്ഷി ആണ് ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബം. ചെറുപ്പം മുതൽ പെൺമക്കൾക്ക് അപ്പന്മാരോടാണ് കൂടുതലും സ്നേഹം. അത് കഴിയുമ്പോൾ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴായിരിക്കും അമ്മേനോട് അടുക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈശോനോടായിരുന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ അമ്മ മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പം എൻ്റെ ജീവിതത്തിൽ വന്ന് ഓരോ കാര്യങ്ങളിൽ ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു വലിയ സ്നേഹം അനുഭവിച്ചു. അങ്ങനെയാണ് എനിക്ക് എന്നെ മനസ്സിലാക്കാനും എന്നെ സ്നേഹിക്കാനും എന്നോടൊപ്പം ജീവിക്കാനുള്ള എൻ്റെ പങ്കാളിയെ എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തന്നത്. എൻ്റെ മൂത്ത മോൻ രൂപൻ 10 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്കുണ്ടാവുന്നത്. പ്രാർത്ഥിച്ച് ഒരുങ്ങി മനസ്സും ശരീരവും ഗർഭപാത്രവും എല്ലാം സമർപ്പിച്ച് ഉണ്ടായ കൊച്ചാണിത്. അവൻ ഉണ്ടായി കഴിഞ്ഞിട്ട് അവന് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവന് പ്രത്യേകമായിട്ട് അവൻ്റെ പേര് റൂബനായാലും അവൻ യൂബൻ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കായും റായും അവന് പറയാൻ പറ്റത്തില്ലായിരുന്നു. അവനൊരു ഡിസംബർ മാസത്തിലായിരുന്നു അവനെ ഞാൻ കൺസീവ് ചെയ്തത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ മാതാവിൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു അവസരം. ഞാൻ അന്നേരം ഡിസംബർ മാസത്തിൽ 25 നോയമ്പും കൂടെ എടുക്കാൻ തുടങ്ങി. കാരണം മാതാവാണല്ലോ എനിക്കിവനെ ഡിസംബർ മാസത്തിൽ കൺസീവ് ചെയ്തു തന്നെ. ഇവൻ ഒരു 2 വർഷമായപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ ദൈവമേ, ഇവൻ തന്നെയാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ 10 വർഷം കഴിഞ്ഞുണ്ടായതാ. ഇനിയൊരു കൊച്ചുണ്ടാവാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ മാതാവേ എന്ന് ഞാനൊരു 8 നോയമ്പ് സമയത്ത് വെറുതെ എൻ്റെ മനസ്സിലോർത്തു. മാതാവ് അത് എൻ്റെ മനസ്സ് കേട്ടു. 2016 എൻ്റെ 19 എൻ്റെ ഇളയ മോൻ ജനിക്കുന്നത്. അവനെയും കൺസീവ് ചെയ്തതെന്ന് ഞാൻ അറിയുന്നത് ഒരു ഡിസംബർ 8-ാം തീയതി ആയിരുന്നു, ഒരു ശനിയാഴ്ച. എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് എൻ്റെ വയറിൽ തോന്നി. എനിക്ക് വല്ലോ സിസ്റ്റിൻ്റെ പ്രോബ്ലമാണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹസ്ബൻഡിൻ്റെ കൂടെ. അവിടെ ചെന്നപ്പം ഡോക്ടർ പരിശോധിച്ചാണ് എന്നോട് പറഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആണ്. അത് വലിയൊരു ഷോക്കും സർപ്രൈസും. മാതാവിനോടുള്ള സ്നേഹം ഇനിയും ആഴമായി എൻ്റെ മനസ്സിലേക്ക് വളർന്നു. ഇവർ 2 പേരും വളർന്നപ്പം കോവിഡിൻ്റെ കാലമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ മൂത്ത മോന് സംസാരിക്കാൻ പ്രശ്നമുണ്ടായിരുന്നു. ഇളയ മോൻ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവൻ്റെ കാലിൽ 2 കാലും ഒരു ചെറിയ കേവ് വരാൻ തുടങ്ങി. അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെയും ഈ സാക്ഷ്യം കേൾക്കുമ്പോഴായിരിക്കും അവരും അറിയാൻ പോകുന്നത്. ഒരുത്തർക്കും അറിയത്തില്ലായിരുന്നു ഈ കാര്യം. ഞങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് അവനെ കാണിക്കാൻ പോയി. ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ, ഇത് ഡെഫിഷ്യൻസി കാരണം റിക്കറ്റ്സ് ആവാനായിരിക്കും സാധ്യത. 3 വയസ്സ് വരെ അവന് നമുക്ക് നോക്കാം, അവന് മെഡിസിൻസ് കൊടുക്കാം. അത് കഴിഞ്ഞ് പറ്റത്തില്ലെങ്കിൽ നമുക്ക് അവനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി. ആ സമയങ്ങളിലാണ് എൻ്റെ ആൻറ്റി കൃപാസനത്തിലെ കാര്യം പറയുന്നത്. ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. കോവിഡിൻ്റെ സമയമായിരുന്നാലും ആൻറ്റി ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു. ആൻറ്റി എന്നോട് പറഞ്ഞു, നീ ഓൺലൈനിൽ ലോഗിൻ ചെയ്ത് ഉടമ്പടി എടുത്ത് അതിനകത്ത് പ്രെയർ ഉണ്ട്, നീ അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്, നിന്നെ മാതാവ് സഹായിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ആൻറ്റിയുടെ ഉടമ്പടി തൈലത്തുനിന്ന് ശകലം ഇച്ചിരി തൈലം എനിക്ക് തന്നു വിട്ടു. ആൻറ്റി പറഞ്ഞു, നീ ഇത് വെച്ച് പ്രാർത്ഥിക്ക്, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അവൻ്റെ കാലെ പൂശി. ഞാനത് ഉടമ്പടി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. റാൻഡമായിട്ട് സാറ്റർഡേയിൽ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസം ആ തൈലത്തിൽ നിന്ന് ഇച്ചിരി എൻ്റെ കയ്യിലെടുത്ത് വിശ്വാസ പ്രമാണം പുരട്ടി അവൻ്റെ കാലിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഒരു 3 പ്രാവശ്യം മാത്രം, 3 ശനിയാഴ്ച മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. കാരണം 1 മാസം കഴിഞ്ഞ് ചെക്കപ്പിന് ചെല്ലാനാണ് പറഞ്ഞ്. വല്ല മരുന്ന് മാറ്റാനുണ്ടെങ്കിൽ മാറ്റിത്തരാം, ചെക്കപ്പിന് വരണമെന്ന് പറഞ്ഞു. ചെക്കപ്പിന് ചെന്നപ്പം ഡോക്ടറിനെ കണ്ടിട്ട് ഭയങ്കര അതിശയം. പുള്ളി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് തിരിച്ചു വന്നപ്പം റിപ്പോർട്ട് കണ്ടപ്പം ഡോക്ടറിന് വലിയ അതിശയം.
കാരണം അവൻ്റെ 2 കാലിൻ്റെ വളവ് നേരെയായി. അവൻ്റെ കാലിന് ഒരു പ്രശ്നവും ഇല്ലാണ്ട് മാതാവ് സൗഖ്യപ്പെടുത്തി. അത് കണ്ടപ്പം ഞങ്ങൾക്കത് വലിയൊരു അനുഗ്രഹമായി. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഞങ്ങളുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോനെ അതിൻ്റെ അടുത്ത മാസം അവനെ വാക്സിനേഷന് വേണ്ടി കൊണ്ടുപോയപ്പം ഡോക്ടറിനോട് പറഞ്ഞു, ഇവൻ്റെ നാക്കിനൊരു പ്രശ്നമുണ്ടല്ലോ, അവന് ശരിക്ക് കായും റായും അവൻ്റെ സ്വന്തം പേര് അവന് സ്പെൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതുക്ക് മുമ്പ് തന്നെ ഇവനും ഞാൻ തേൻ കൊടുക്കുമായിരുന്നു. മാതാവിൻ്റെ തൈലവും അവൻ്റെ നാക്കിൽ പുരട്ടി ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഡോക്ടർ അവൻ്റെ നാക്ക് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇവനൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞു, മോനെ വാട്ട് ഈസ് യുവർ നെയിം? അവൻ ഉടനെ തന്നെ അവൻ്റെ പേര് റൂബൻ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഒരു ഷോക്ക്. എൻ്റെ ദൈവമേ, ഇതും ഒരു ശനിയാഴ്ച മാതാവ് എങ്ങനെ അവനെ കൊണ്ട് അവൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ക്രോ എന്ന് പറയാൻ പറഞ്ഞു, കാക്ക എന്ന് പറയാൻ പറഞ്ഞു. അവന് കായും റായും 2ഉം പറഞ്ഞു. ഇന്ന് അവൻ നല്ല സ്പഷ്ടമായി സംസാരിക്കാൻ മാതാവ് ഇട തന്നു. ഈ 2 സ്നേഹവും ഈ 2 അത്ഭുതവും എൻ്റെ ജീവിതത്തിൽ കണ്ടപ്പോഴാണ് എനിക്ക് കൃപാസനത്തിൽ വരാൻ തോന്നിയത്. അതുവരെ എനിക്ക് കൃപാസനത്തിൽ എന്താണ് 6 നിയോഗങ്ങൾ വെക്കാൻ പറ്റും ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കോവിഡിൻ്റെ കാലത്ത് 2022 ഡിസംബറിൽ ഇവിടെ വന്നപ്പോൾ ഇതുവഴി പോയപ്പം ജസ്റ്റ് ഒന്ന് കയറി ഉടമ്പടി പുസ്തകം, പ്രെയർ പുസ്തകം ഒന്ന് മേടിച്ച് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോയി. അന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഈ സ്ഥലമാണ്, ഈ മാതാവാണ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം, അവിടെയല്ലെന്ന്. ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഉടമ്പടി പുസ്തകം ഞാൻ കൊണ്ടുപോയി അത് പൂർണ്ണമായി വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ വീട്ടിൽ കാണുമായിരുന്നു. കറക്റ്റ് സമയം 11:30 ആകുമ്പം ഞാൻ എൻ്റെ TV ഓൺ ചെയ്ത് ഞാനും പിള്ളേരും അത് കാണുമായിരുന്നു. കാരണം ആ സമയത്ത് ഞാനൊരു 8 വർഷത്തെ കരിയർ ബ്രേക്ക് എടുത്തായിരുന്നു പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഉടമ്പടി പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഞങ്ങൾ ഡൽഹിയിൽ ആയ കാരണം ഞാൻ ക്രിസ്തുരാജ കത്തീഡ്രൽ പള്ളി ഫരീദാബാദിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് എല്ലാ മാസവും പത്രം കിട്ടാറില്ല വിതരണം ചെയ്യാൻ. അത് കാരണം എൻ്റെ മനസ്സിൽ മാതാവ് തോന്നിച്ചു, നിനക്ക് ഉടമ്പടി പുസ്തകം കാരണമല്ലേ നീ ഇത്രത്തോളം ആഴമായി എന്നെ മനസ്സിലാക്കിയത്. നീ ഒരു കാര്യം ചെയ്യ്, ഉടമ്പടി പുസ്തകം തന്നെ വിതരണം ചെയ്യ്. ഞാൻ അന്നേരം ഇവിടുത്തെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു, ഞങ്ങൾക്കിങ്ങനെ അതിൻ്റെ കോപ്പി എടുത്ത് വിതരണം ചെയ്യാൻ പറ്റുമോ, അതിന് പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഞങ്ങൾ കളർ ഫോട്ടോ കോപ്പി ചെയ്ത് അതിനെ സെയിം അതേപോലെ പുസ്തക രൂപത്തിലേക്ക് വീട്ടിലിരുന്ന് ആക്കി സ്റ്റേപ്പിളറും കൊണ്ട് സ്റ്റേപ്പിൾ ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് അതിന് എല്ലാത്തിനും എന്നെ സഹായിക്കുമായിരുന്നു. ഞങ്ങൾ 2 പേരും ഒരുമിച്ചായിരുന്നു ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടത് ഞങ്ങൾ അക്രൈസ്തവ ആൾക്കാർക്കും ഞങ്ങളുടെ സ്വന്തം പള്ളിയിൽ ഒത്തിരി പേർക്ക് കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ അറിയാം. അവരിൽ ഒത്തിരി പേര് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് അറിയാൻ മേലാത്ത പള്ളികളിൽ പോയി അവിടെ ഇംഗ്ലീഷിൻ്റെ ഉടമ്പടി പുസ്തകവും കൊടുക്കാനും ഹിന്ദിയുടെ ഉടമ്പടി പുസ്തകം കൊടുക്കാനും തുടങ്ങി. എൻ്റെ കൂട്ടുകാരായ ചേച്ചിമാർക്കും അക്രൈസ്തവ ചേച്ചിമാർക്കും കൃപാസനത്തിലെ മാതാവിനെക്കുറിച്ച് പറയുവാനും അവരുടെ ജീവിതത്തിലും ഒത്തിരിയേറെ അത്ഭുതങ്ങൾ മാതാവ് പ്രവർത്തിക്കാനും അവരും മാതാവിൽ വിശ്വസിക്കാനും ഇടയായി. ഇതെല്ലാം മുന്നോട്ട് പോകുന്ന കാലങ്ങളിൽ 8 വർഷം കഴിഞ്ഞ് ഞാൻ തിരികെ പിന്നെ ജോലിക്ക് ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പം ആണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 ജാനുവരി 3 അത് കഴിഞ്ഞ് ആ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് 6 നിയോഗങ്ങൾ ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നതാണ്. പക്ഷേ വരുന്ന വഴിക്ക് എൻ്റെ ആൻറ്റി, എൻ്റെ മമ്മിയുടെ അനിയത്തി വിളിച്ച് പറഞ്ഞു, എൻ്റെ മോളെ നീ കൃപാസനത്തിൽ പോവുകയാണല്ലോ, ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഒത്തിരി കേട്ടു, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ, ഉടമ്പടിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ. എൻ്റെ മനസ്സിൽ പറഞ്ഞു, അയ്യോ ആൻറ്റിയുടെ ഉടമ്പടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമല്ലേ. ഞാൻ എൻ്റെ ഒരു നിയോഗം ക്യാൻസൽ ചെയ്ത് ആൻറ്റിയുടെ നിയോഗം വെച്ച്, ആൻറ്റിയുടെ മോൾക്ക് ഒത്തിരി തടസ്സമായിരുന്നു കാനഡയിൽ പോയി പഠിക്കാൻ വേണ്ടി.
അതിനു വേണ്ടി ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ആ നിയോഗം കൂടെ ചേർത്ത് വെച്ച് 3 മാസത്തിനുള്ളിൽ തന്നെ ആ കൊച്ചിന് ഇവിടുന്ന് പോകാനും വിസ കിട്ടാനും മാതാവ് അനുഗ്രഹിച്ചു. അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും മാതാവ് അവരുടെ മനസ്സുകൾ മാറ്റി. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം വന്നു. 8 വർഷം കഴിഞ്ഞ് എനിക്ക് ജോലിയിലേക്ക് കയറാൻ പോകുന്ന ആഗ്രഹിക്കുമ്പോൾ ഒത്തിരിയേറെ സ്കൂളുകൾ ഞാൻ അപേക്ഷിച്ചു. കാരണം ടീച്ചിങ് ജോബ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിക്ക് മുമ്പ് ഞാനൊരു മാനേജർ HR ആയിട്ടായിരുന്നു ഞാൻ റിസൈൻ ചെയ്തത് എൻ്റെ കുഞ്ഞ് കൺസീവ് ചെയ്തപ്പം. എനിക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു, ബിക്കോസ് എനിക്ക് ടീച്ചിങ്ങിൽ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ജോലി കിട്ടി, മാനേജർ ട്രെയിനിങ് ആയിട്ട്. അതും ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു. അതെന്തും കൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജോലിക്ക് പോവാം, ഒരുമിച്ച് തിരിച്ചു വരാം. ധ്യാനങ്ങൾ ഞാനും എൻ്റെ മക്കളും ചൊവ്വാഴ്ച ദിവസം കാണുവാണെങ്കിൽ ഈ അന്നും തൊട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോകുന്ന കാരണം എൻ്റെ ഹസ്ബൻഡും ഞാനും വണ്ടിയിൽ അച്ഛൻ്റെ ധ്യാനം കേട്ടോണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ആ ആഴ്ചത്തെ ധ്യാനം ആ ആഴ്ചയിൽ തന്നെ എങ്ങനെങ്കിലും കേട്ട് ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു ജോലി സ്ഥാപനത്തിൽ പോകുന്നതും. അത് കഴിഞ്ഞ് യൂട്യൂബ് വഴി ഞാനത് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യും. യൂട്യൂബിലെ ധ്യാനങ്ങളും യൂട്യൂബിലെ സാക്ഷികളും എല്ലാം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് അക്രൈസ്തവ സാക്ഷ്യങ്ങൾ അക്രൈസ്തവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. അതിൽ നിന്ന് അവർ മാതാവിനെ വിശ്വസിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഉടമ്പടി എടുക്കാനും വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അവിടെ ജോലി എനിക്ക് 1 വർഷത്തെ കോൺട്രാക്റ്റ് ജോലിയായിരുന്നു കിട്ടിയത്. ആ 1 വർഷം കഴിയുമ്പോഴത്തേക്കും 2022 ഡിസംബറിൽ എൻ്റെ ആ ജോലി തീരുമായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം വന്നു. പക്ഷേ ആ സമയത്ത് ഒരു ടീച്ചിങ് പോസ്റ്റിന് വേണ്ടി അവിടെ വേക്കൻസി വന്നു. എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ ഇതിന് അപ്ലൈ ചെയ്യാൻ പോവാന്ന്. പക്ഷെ അതിക്ക് മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയത്, ടീച്ചിങ് ജോലി എനിക്ക് ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നപ്പം എന്നോട് മാതാവ് പറഞ്ഞത്, ആദ്യം നീ കാറ്റഗിസം പഠിപ്പിക്കുക, അത് കഴിയുമ്പോൾ ഞാൻ നിൻ്റെ ടീച്ചിങ് ജോലി ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ തന്നെ ഞാൻ കാറ്റഗിസമിൻ്റെ ടീച്ചറായി പിള്ളേരെ പഠിപ്പിക്കാൻ തോന്നി. അത് കഴിഞ്ഞാണ് ഈ വേക്കൻസി വരുന്നത്. അപ്പം എൻ്റെ മനസ്സ് തോന്നി ഇത് മാതാവിൻ്റെ തന്നെ ഒരു വഴിയാണ് എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ ആ ജോലിക്ക് അപേക്ഷിച്ചു. എനിക്ക് നെറ്റ് എക്സാം ഇല്ല, നെറ്റ് ക്വാളിഫൈഡ് അല്ല, ഞാനൊരു PhD ഹോൾഡർ അല്ല, വെറും ഒരു PG മാത്രമേ ഉള്ളൂ, പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്രമേ ഉള്ളൂ എനിക്ക്. എന്നിരുന്നാലും മാതാവിൻ്റെ കാശുരൂപം ഞാൻ കൈ മുറുകെ പിടിച്ച് ഇൻ്റർവ്യൂക്ക് പോയി. ഒത്തിരിയേറെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായാലും മാതാവ് എനിക്ക് ഒരു ജോലി, ആ ജോലി തന്ന് ഞാൻ ഇപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് ഞാനിവിടെ വരുന്നതും മാതാവിൻ്റെ തന്നെ ഒരു വഴിയാണെന്ന് എനിക്കറിയാം. എൻ്റെ കൈകൾ പിടിച്ചാണ് എൻ്റെ അമ്മ എന്നെ നടത്തുന്ന പോലെയാണ് മാതാവ് എന്നെ നടത്തുന്നത്. ഞങ്ങൾ ഒരിക്കലും ഈ മാസം നാട്ടിൽ വരാൻ ആഗ്രഹിച്ചില്ല. എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു, ഞാൻ ആ എക്സാം കൂടെ എഴുതണമെന്ന് വിചാരിക്കുമായിരുന്നു. പ്ലസ് ഞാൻ എൻ്റെ ഈ പുതിയ ജോലി ജാനുവരിയിൽ ചേർന്നതേ ഉള്ളൂ. അന്നേരം എനിക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പക്ഷെ മാതാവ് എന്നാ ചെയ്തെന്ന് വെച്ചാൽ, മാതാവ് ആ എക്സാമിൻ്റെ ഡേറ്റ് സെപ്റ്റംബർ 2-ാം തീയതിയിലേക്കാക്കി മാറ്റി വെച്ചു. അന്നേരം എനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എക്സാം എഴുതുന്നതിന് മുമ്പ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി എക്സാം എഴുതണം. പക്ഷെ ആ അവസരം വരത്തില്ലായിരിക്കും, വളരെ ബുദ്ധിമുട്ടാണ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ. പക്ഷെ മാതാവ് ആ ഡേറ്റ് മാറ്റി വെച്ച് എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാനും എൻ്റെ ഉടമ്പടി പുതുക്കുവാനും എനിക്കൊരു സാഹചര്യം കിട്ടി. 2023 ജൂണിൽ എനിക്ക് ഉടമ്പടി പുതുക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ വന്നായിരുന്നു, പക്ഷെ ഞാൻ അതിൻ്റെ പേപ്പർ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. അന്ന് ഒത്തിരി വിഷമം വന്നാലും എനിക്ക് പിന്നീട് സന്തോഷമായത് അന്നത്തെ ദിവസം എനിക്ക് അച്ഛൻ്റെ ലൈവ് ഉടമ്പടി കാണാൻ ഇടയായി. അന്നേരം എനിക്ക് തോന്നി മാതാവ് അന്നേരവും എൻ്റെ മനസ്സ് കേട്ടതാ,
ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ലൈവ് ധ്യാനം കാണുന്നുണ്ട്, ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് എന്നാ പറയുന്നത് ലൈവായിട്ട് കാണാൻ എപ്പോഴെങ്കിലും സാഹചര്യം കിട്ടുമോ എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അങ്ങനെ തന്നെ എനിക്ക് ആ സാഹചര്യം മാതാവ് ഒരുക്കി തന്നു. ഇത്രയേറെ നന്മകളും ഇത്രയേറെ അനുഗ്രഹങ്ങളും ഒരമ്മേനെ പോലെ ഞങ്ങളുടെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. പ്രിയമുള്ളവരെ, ഈ അൾത്താരയിൽ കേൾക്കുന്ന ഓരോ സാക്ഷ്യവും ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1:5 പറയുന്ന തിരുവചനത്തിൻ്റെ നിറവേറ്റലുകളാണ്. ഓരോ വ്യക്തിയും ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ വിശ്വസിക്കാനാവാത്ത തരങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതായിട്ട് ഓരോ വ്യക്തികളും സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ മുൻപിലും ടൊമിന ചെറിയാൻ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എത്ര വലിയ അത്ഭുതമാണ്, എത്ര വലിയ അടയാളമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ നാമത്തിൽ ഈ സഹോദരിയുടെ കുടുംബത്തിലും ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നതെന്ന്. ഈ സഹോദരിയുടെ മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ നാക്ക് തിരിയാത്ത അവസ്ഥ പറഞ്ഞു. അതുപോലെ തന്നെ ഇളയ കുഞ്ഞിൻ്റെ കാലിൻ്റെ നടക്കുവാനായിട്ടുള്ള പ്രശ്നത്തിനെ സമർപ്പിച്ചു പറഞ്ഞു. അതുപോലെ ഇവരുടെ ജീവിതത്തിൽ ഒരു ജോലിയുടെ ആവശ്യത്തിനെ പറ്റിയൊക്കെ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഈ വലിയ ബോധ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഈ കുടുംബം പങ്കുചേർന്നപ്പോൾ, വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ ഇവർ ഈ ഉടമ്പടി ജീവിതത്തിൽ പങ്കുചേർന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും തിരുവചനം പറയുന്നത് പോലെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനോർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.